ഇതെന്തൊരു ഇരിപ്പാ. പിന്നെന്താ ഞാൻ എണീറ്റ് ഓടണോ? കോലോത്ത് ചെല്ലണം എന്ന് പറഞ്ഞ് 3 ദിവസമായി ആളയക്കുന്നു. നിങ്ങൾക്കൊന്ന് പോയാലെന്താ? പോയിട്ട് എന്താ കാര്യം? പശുവും ചത്തുവും മോരിലെ പുളിയും പോയി. പിന്നെ മണത്തിയല്ല അവിടെ എന്തിരുന്നിട്ടാ ബാക്കി? എനിക്ക് വയ്യ. ഊർമിളയ്ക്ക് ഏതാണ്ട് ഏനക്കെടു പോലെയൊക്കെ. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. ഉമ്മെന്ന് പെണ്ണുങ്ങൾക്ക് വേറെ എന്താ ഏനക്കെടുണ്ടാവാനാ? ഓ നന്നായി. നീ എന്താ നേരത്തെ പറയാഞ്ഞേ? ഇത് ധാരാളം മതി. പിടികയറാൻ ഒരു തുരുമ്പല്ല, തൂറ് തന്നെ ആയല്ലോ. ബാക്കി പണി എനിക്കറിയാം. ഒരു മരുമകള് തരത്തിലുണ്ടായത് ഭാഗ്യം. അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്നെ വരെ. ഭഗവാനെ, ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിന്നാലോ? എത്ര കുറി ഞാൻ ആളയച്ചു. വേണ്ടിയിരുന്നില്ല. ഏട്ടൻ തമ്പുരാൻ ഉണ്ടായിരുന്നപ്പോ രാത്രിയും പകലും ഇല്ലാണ്ട് കൂടെ നിന്നു. ഇനി അത് വയ്യ. വയസ്സായാണ് വരണത്. അവനവന്റെ കാര്യവും കുറച്ച് നോക്കാണ്ട് പറ്റുമോ? പങ്കുണ്ണിയാരെ ഇപ്പൊ വന്നത് വേറൊരു കാര്യത്തിനാ. തീപ്പെട്ടുപോയ ഏട്ടൻ തമ്പുരാനും എന്റെ മരുമകൾ ഊർമിളയും തമ്മിൽ, അല്ല ഇവിടത്തേക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാവുന്നൊരു ബന്ധമാണത്. അവൾക്ക് വയറ്റിലയക്കണം. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം. ഏട്ടൻ തമ്പുരാൻ കൊടുത്തൊരു വാക്കുണ്ട്. ഇഷ്ടദാനായിട്ട് ഒരു പറമ്പും വരെ. പങ്കുണ്ണിയാരെ അല്ല, ഞാൻ പറയണത് വിശ്വാസമാവണില്ലെങ്കിൽ കരപ്രമാണിയവരെ വിളിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കാം. ഏട്ടന്റെ വൃത്തികെട്ട ഒരു ബന്ധം. അത് കരപ്രമാണിമാരെ കൂട്ടി ആ വിഴുപ്പ് ഞാൻ അലക്കണോ? വേണ്ട, എനിക്കൊന്ന് ആലോചിക്കണം. അതിനെത്തിരി സാവകാശം തരിക. കുടിശ്ശിക ഒരുപാടുണ്ട്. പ്രോനോട്ടിലും അല്ലാണ്ട് വാങ്ങിയ വായ്പ വേറെയും. ഉടനെ തീർക്കാം എന്ന് പറഞ്ഞതല്ലാണ്ട് ഒന്നും ചെയ്തില്ല. ആ ആളങ്ങ് പോവുകയും ചെയ്തു. തമ്പുരാൻ അറിയോ, രൂപായുടെ കാര്യം തന്നെയാ. ഇവനങ്ങ് കൈവിട്ടു പോയാലുണ്ടല്ലോ, പിന്നെ ഇതങ്ങ് തിരിച്ചു വരില്ല. അത് പറ്റൂല. തമ്പുരാൻ നമ്മൾക്ക് ഇടപാട് ഇപ്പോൾ തീർക്കണം. ഇവിടെ നോക്ക്, വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഇത് കാസിന്റെ കാര്യമാണ്. കടം വീട്ടാൻ വസ്തുക്കൾ മുഴുവനും വിൽക്കാം. പക്ഷെ അതുകൊണ്ടാവില്ല. കോവിലകം വരെ പണയത്തിലാണ്. ഏത് നിമിഷവും ജപ്തി നടപടി വരാം. ഭഗവാനെ, കാറ് ഞാൻ കൊണ്ടുപോവാണ്. അത് വാങ്ങിയതേ എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ പേരിലും. അതെങ്കിലും ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് വിഷമാവും. എനിക്ക് അവകാശപ്പെട്ടതും എനിക്കായിട്ട് തന്നിട്ടുള്ളതും മാത്രമേ ഞാൻ എടുക്കണുള്ളൂ. സംശയം ഉണ്ടെന്ന് വെച്ചാ ദാ പെട്ടിയും സാധനങ്ങളും പരിശോധിക്കാം. എന്താ ഏട്ടത്തി അന്യരോടെന്ന പോലെ ഇങ്ങനെ? ഏട്ടത്തി എന്തെടുത്താലും ഇവിടെ ആരെങ്കിലും എതിർക്കോ? വേണ്ട വേണ്ട, ഞങ്ങൾ മംഗലം കോവിലത്തുള്ളവർക്ക് ആരുടെ ഔദാര്യം പറ്റി ശീലമില്ല. പോകണ്ട ആള് പോയി. പിന്നെ ഞാനെന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങണത്? പോണതാ നല്ലത്. കൃഷ്ണ, ദാ ഈ സാധനങ്ങളൊക്കെ എടുത്ത് കാറിലേക്ക് വെക്കൂ. മാധവൻകുട്ടിയെ കണ്ടപ്പോഴാ ഉത്സവം അടുത്ത കാര്യം ഓർമ്മ വന്നത്. എവിടേക്കാ രണ്ടാളും കൂടി? ഇന്നരയ്ക്കൊരു നിർബന്ധം, സ്വന്തം വീട്ടിലൊന്ന് പോണോന്ന്. പോയി. എന്നിട്ട് കയറ്റിയില്ല, തിരിച്ചു പോന്നു. ആ വഴിയാ. പക്ഷെ ദോഷം പറയരുത് കേട്ടോ. പൊതുവാള് കുടുംബത്തിന് ചുരകനയക്കുന്ന മണിയോട് മാസാമാസം ഒപ്പിട്ട് വാങ്ങാം. അതിനെറുപ്പില്ല. നിങ്ങളെ കോവിലകത്ത് വിളിച്ച് താമസിപ്പിച്ചാണ് ഞാൻ. പക്ഷെ എപ്പോഴാ കൈമോശം വരിക എന്ന് ഉറപ്പില്ലാത്തൊരിടത്തേക്ക് എങ്ങനെയാ ക്ഷണിക്കാൻ? ഒന്നും വേണ്ട. പൊതുവാള് കുട്ടിക്ക് സുഖമായി താമസിക്കാൻ ക്ഷുരകൻ ശങ്കരന്റെ കൊച്ചു വീട്ടിലെ സ്ഥലം ധാരാളം മതി. അല്ല, അനിയൻ ഞങ്ങളുടെ വിശേഷം കണ്ടുല്ലോ. അവിടെ വിശേഷമൊന്നും ആയില്ലേ? ഇല്ല, അല്ലാണ്ട് തന്നെ വിശേഷങ്ങൾ ഏറെയാണ്. കേട്ടു. സഹായിക്കാൻ കഴിയാത്തവരുടെ ദുഃഖമേ ഉള്ളൂ. ഒക്കെ ശരിയാവും. ശരിയാവണമെന്ന് പ്രാർത്ഥിക്കാം. സർക്കസ് ടെന്റിലെ അരിവെപ്പുകാരന് അതിൽ കൂടുതൽ എന്താണാവുക? 2 വർഷത്തെ ഉത്സവത്തിന്റെ കണക്ക് ഇനിയും തരാനുണ്ട്. കുറച്ചൊന്നല്ല കൃത്രിമം കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞോണം. ഭഗവാന്റെ കാര്യത്തിൽ ഞാൻ എന്തിനാണ് അസത്യം പറയണത്?
കാര്യങ്ങളൊക്കെ ശരിയാണ്. തിരിമറിയും കൃത്രിമവും ഏറെ കാണിച്ചിട്ടുണ്ട്. വേണമെന്ന് വെച്ചിട്ടാവില്ല. ഇല്ലായ്മ വരുമ്പോ എടുത്തിട്ട് മറിക്കും. പിന്നെ തിരിച്ചു വെക്കാനോട്ടാവുകയുമില്ല. കുറെ കാലമായിട്ട് ഇതാണ് പതിവ്. ആശ്രിതനായിട്ട് കൂടെ നടക്കുമ്പോ എനിക്കിത് വല്ലതും പറയാൻ പാടുണ്ടോ? ഭഗവാനെ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കോ. ഇപ്പോഴെങ്കിലും കള്ളി വിളിച്ചതായല്ലോ. ഓ താൻ പൊക്കോളൂ. ഓ ഗുരുവായൂരപ്പാ. ഇനി എന്താ വേണ്ടതെന്ന് പ്രസിഡന്റ് പറയാ. ആവൂ, ഇപ്പോഴെങ്കിലും പ്രസിഡന്റ് പറയുന്നതിന് വില ഉണ്ടായല്ലോ. ഖജാൻജി തമ്പുരാൻ പറയുന്നതായിരുന്നല്ലോ ഇവിടെ എല്ലാവർക്കും വലുത്. പഴങ്കഥ പോട്ടെ കൈമളെ, മേൽ നടപടി നോക്കുക. കൃത്രിമം കാണിച്ച തുക എത്രയാണ് തിട്ടപ്പെടുത്തി അനന്തരാവകാശികളിൽ നിന്ന് നടത്തിച്ചെടുക്കാൻ നിയമപരമായി നീങ്ങണം. അതാണ് അതിന്റെ ന്യായം. അതുകൊണ്ട് മാത്രമായില്ല, പഴമയുടെയും പാരമ്പര്യത്തിന്റെയും കഥ അങ്ങോട്ട് മാറ്റുക. ഭഗവാന്റെ തിരുവാഭരണം കോവിലത്തെ നിലവറയിലാണ് ഇപ്പോഴും. കടം കയറി തീരെ വശക്കേടാവുമ്പോ ആ പിടിപ്പില്ലാത്ത അനിയൻ തമ്പുരാൻ അതെടുത്ത് പണയപ്പെടുത്തില്ല എന്ന് എന്താണ് ഒരു ഉറപ്പ്? ആ ഭഗവാനെ, അത് ശരിയാണല്ലോ. ഞാൻ പറയാ, തിരുവാഭരണം അവിടുന്ന് എടുക്കണം എന്ന് തന്നെയാ. ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരികളിൽ നിന്ന് കോവിലകത്തെ നിയമപരമായി തന്നെ ഒഴിവാക്കുക. ക്ഷേത്രം വക സ്വത്തുക്കൾ ഈ ആഫീസിൽ സൂക്ഷിച്ചാൽ മതി. ഊർമിളയുടെ കാര്യം ഒരു തീരുമാനം അറിയണം. അവകാശം വാങ്ങാൻ വന്ന് സത്യാഗ്രഹം ചെയ്യാൻ പറയേ. സർക്കാർ ജപ്തി ചെയ്ത് സീല് വെക്കുമ്പോ അതിനുള്ള പന്തൽ ഈ മുറ്റത്ത് തന്നെ ആകട്ടെ. അവകാശം അവിടെ നിന്ന് അനുവദിച്ചു കിട്ടും. ഇറങ്ങി പോണോ മാറി പട്ടി. എല്ലാം പോയിക്കോട്ടെ, സാരമില്ല. എന്നാലെങ്കിലും മനസ്വസ്ഥത ഉണ്ടാവുമല്ലോ, അത് മതി. കാർത്തികയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ ഒരാളെങ്കിലും രക്ഷപ്പെട്ടു എന്ന് കരുതി കാണും അച്ഛൻ. ആ സ്വപ്നം കൂടെ തകരുകയാണല്ലോ കുട്ടിയെ. അരുത്, അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. സ്ഥലത്തില്ലായിരുന്നുകൊണ്ട് വിവരം അറിഞ്ഞില്ല. രാവിലെ വന്നപ്പോ ആശാൻ പറഞ്ഞാണ് അറിഞ്ഞത്. അകത്തേക്ക് വരൂ. കാപ്പി എടുത്തു വെച്ചു. മോൾ അവരെ വിളിക്കുക. മാഷേ, ഇതാണ് ഞാൻ പറയാറുള്ള ബാലം മാഷ്. അറിയാം, അതെങ്ങനെ? എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആഹാ. എന്തേ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. മനസ്സ് വേറെ എവിടെയാണ് എനിക്കറിയാം. ആളുടെ ഉടല് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇല്ല. ഒരു കാര്യം ചോദിച്ചറിയാനുണ്ട്.
കുറേ ദിവസമായി കരുതണു, കഴിഞ്ഞില്ല. മുങ്ങുന്ന കപ്പലിലെ കപ്പിത്താനല്ലേ, അതിന്റെ തിരക്കിൽ സാവകാശം കിട്ടിയില്ല. ഒന്നിനും വേണ്ടിയിട്ടല്ല, എന്നാലും അറിയണം, ഒരാശ. ചോദിച്ചാൽ മാഷ് സത്യം പറയോ? ചോദിക്കാതിരുന്നൂടെ? മതി, എനിക്കുത്തരം കിട്ടി. ഒരു കാര്യം മാഷ് വിശ്വസിക്കണം, മുമ്പേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ രണ്ടാളുടെ ഇടയിലേക്ക് വരില്ലായിരുന്നു. അനിയ, സത്യം മാഷെ, സത്യം. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ അനിയ? എല്ലാം കഴിഞ്ഞിടത്ത് നിന്നും ചില തുടക്കങ്ങളില്ലേ മാഷെ? എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ വേണ്ടി തുറന്നിട്ട മനസ്സിന്റെ വാതിൽ ഒന്നും മറന്നിട്ടില്ല. അനിയ, ഈ കടം ഇനി ഒരു ജന്മം വീട്ടിക്കൊള്ളാം മാഷെ. ജപ്തി നോട്ടീസാണല്ലേ? അതെ. വല്യമ്മാവൻ എനിക്ക് തന്ന 10 സെന്റും പുരയും ആരും നടത്തിയെടുക്കില്ലല്ലോ. നമുക്കവിടെ കഴിയാം. ഞാൻ നിങ്ങളെ അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെ? ഉണ്ണി, ഓർമ്മ വെച്ചതിൽ പിന്നെ ആദ്യമായിട്ടാണ് ഞാനില്ലാതൊരു ഉത്സവം. ചില ജന്മങ്ങളുണ്ട്, അതിനോട് ചേരുന്നതിനെ കൂടി കരിച്ചു കളയും. എന്റെതങ്ങനായിപ്പോയി. ഏത് ശാപത്തിന്റെ പേരിലാണ് കാർത്തികയ്ക്ക് ഈ ബന്ധം സമ്മതം എന്ന് തോന്നിയത്? മുജ്ജന്മ പാവാവും, എന്നാലും രക്ഷപ്പെടാൻ മാർഗമുണ്ടെങ്കിൽ വേണം നശിച്ചൂടെ?
അനിയേട്ടാ അനിയേട്ടാ അനിയേട്ടന് ഒരു കഥ പറഞ്ഞു തന്നിട്ട് എത്ര നാളായി? ഒരു കഥ പറഞ്ഞു തരുമോ? എന്താ അനിയേട്ടാ ഒരു കഥ? കഥ വേണ്ട, കടങ്കഥ മതി. കഥയും കടങ്കഥയും അല്ലാത്ത ഒന്നാവാം. പക്ഷേ പറയില്ല, കാണിച്ചു തരാം. നിങ്ങൾക്ക് തമാശ കാണുന്ന ഇഷ്ടമല്ലേ? എങ്കിലെല്ലാരും വട്ടത്തിൽ ഒന്ന് നിന്നേ. വട്ടത്തിൽ നിൽക്കാം. ഇന്നോളം ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തമാശയാണ് കാണാൻ പോകുന്നത്. പക്ഷെ അതെങ്ങനെ വെറുതെ ഒന്ന് കാണാൻ പറ്റില്ല. മാധവൻകുട്ടിയേട്ടൻ എന്താ പറയാറ്? സ്പോട്ട് ലൈറ്റും മ്യൂസിക്കും ഇല്ലാണ്ട് അഭ്യാസം കാണിക്കാൻ പറ്റില്ല എന്നല്ലേ? സ്പോട്ട് ലൈറ്റ് മുകളിലുണ്ട്, അതാ. മ്യൂസിക്കിനല്ലേ നിങ്ങൾ? എല്ലാരും ചേർന്ന് നന്നായിട്ടൊന്ന് കൈകൊട്ടിയേ. പോരാ പോരാ പോരാ, ശരിയായില്ല. കുറെ കൂടെ ഹരത്തില്. ആ ആ ആ. അച്ഛൻ വിളിച്ചു, പോയില്ല. ഇപ്പൊ മാഷും. ഞാൻ വരില്ല, ഞാൻ വരില്ല മാഷ. എവിടേക്കും വന്നാ എന്റെ തമ്പുരാൻ ഒറ്റയ്ക്കാവും. ഈ അസ്ഥിത്തറയിൽ വിളക്ക് വെക്കാൻ ഞാൻ വേണം. ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ പാവം തമ്പുരാൻ.